ആദ്യ വിഷയത്തിലേക്ക്. കേരളത്തെ മതവർഗീയതയുടെ കേന്ദ്രമാക്കി ചിത്രീകരിച്ച ഒരു ഉത്തരേന്ത്യൻ പ്രൊപ്പഗാൻഡ സിനിമയ്ക്ക് നിർമ്മാതാക്കൾ ഇട്ട പേര് കേരള സ്റ്റോറി എന്നായിരുന്നു. മതവിദ്വേഷ പ്രചാരകരായ ചിലർ ആ സിനിമയെ മഹത്വവൽക്കരിച്ചപ്പോൾ കേരളം ഒറ്റക്കെട്ടായി അതിനോട് മുഖം തിരിച്ചു. അതിനുശേഷം കേരളത്തിന്റെ മതേതര മാനവിക ഐക്യം വ്യക്തമാക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ വെറുപ്പിന്റെ പ്രചാരകർക്ക് മുന്നിലേക്ക് മലയാളി വെച്ച് നീട്ടി. ഒടുവിൽ ഇന്നും സംഭവിച്ചിരിക്കുന്നു രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു റിയൽ കേരള സ്റ്റോറി. മതം മനുഷ്യ സ്നേഹത്തിന്റെ കടലാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉദാഹരണം ഇന്ന് കോഴിക്കോട്ട് നിന്ന് ഉയർന്നു കേട്ടു. അറബിക്കടലിനക്കരെ ആഭ്യന്തര യുദ്ധത്തിൽ ഉഴലുന്ന യമൻ എന്ന രാജ്യത്ത് നിന്ന് ഏറെ നാളായി ഉയർന്നു കേട്ട ഒരു മലയാളിയുടെ തേങ്ങലിന് ഇന്ന് താൽക്കാലികമായെങ്കിലും സാന്ത്വനമുണ്ടായിരിക്കുന്നു. അവരുടെ ആയുസ് നീട്ടിയ ഒരു ഇടപെടൽ. ചർച്ചകളുടെ കോട്ടവാതിൽ തള്ളി തുറന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന മതപണ്ഡിതൻ നിമിഷപ്രിയയുടെ നേരെ ഉയർന്ന ആ വധശിക്ഷയുടെ സാധ്യത കുറച്ചങ്ങോട്ട് തള്ളി നീക്കിയിരിക്കുന്നു. നാട്ടിലേക്ക് അവർ മടങ്ങിയെത്തുന്ന ആ നിമിഷം സാധ്യമാക്കാനാണ് ഇനിയുള്ള ശ്രമം. രാജ്യം കാത്തിരുന്ന ആ വലിയ വാർത്ത ആദ്യമായി ന്യൂസ് മലയാളമാണ് പുറം ലോകത്തെ അറിയിച്ചത് എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഇന്ന് RDX ആരംഭിക്കുന്നത്. ആദ്യം RDX റാം. ഇന്ത്യൻ എംബസി നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ വേണ്ടത്ര ഫലം കാണാതെ നിശ്ചലമായ ഘട്ടത്തിലാണ് നിമിഷപ്രിയ കേസിൽ കാന്തപുരത്തിന്റെ ഇടപെടലുണ്ടാകുന്നത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ ജനായത്ത് കോടതിയാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. നിമിഷയുടെ അമ്മയ്ക്കും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾക്കും പ്രതീക്ഷ അസ്തമിച്ച ഘട്ടത്തിലാണ് വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടത്. 48 മണിക്കൂർ തികയും മുൻപ് ശിക്ഷ മരവിപ്പിച്ചുവെന്ന പ്രതീക്ഷയേകുന്ന വാർത്തയാണ് എല്ലാവരെയും തേടിയെത്തിയത്. കാന്തപുരവുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഷൈഖ് ഹബീബിന്റെ ഇടപെടൽ കേസിൽ നിർണായകമായി. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട തലാൽ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. യുവാക്കൾ അടങ്ങിയ ഒരു വിഭാഗം ശിക്ഷാവിധി നടപ്പിലാക്കണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ മറ്റൊരു വിഭാഗം ദിയാദനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. വടക്കൻ യമനിലെ ദമറിൽ ഹബീബ് ഉമറിന്റെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഭരണകൂട പ്രതിനിധികളും തലാലിന്റെ സഹോദരനും ഗോത്രത്തലവനുമായിരുന്നു ആദ്യഘട്ടത്തിൽ പങ്കെടുത്തിരുന്നത്. ഇന്ന് നടന്ന ചർച്ചയിൽ കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൌൺസിലിന്റെ അംഗവുമായ അമീൻ പങ്കെടുത്തതും വഴിത്തിരിവായി. RDX റാം ന്യൂസ് മലയാളം. ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ജനങ്ങൾക്ക് നന്മ ചെയ്യൽ കർത്തവ്യമാണെന്ന ബോധ്യത്താലാണ് ഇടപെട്ടതെന്നും വധശിക്ഷയ്ക്ക് പകരം കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് ദിയാധനം നൽകി പ്രായശ്ചിത്തം നടത്താൻ ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ട് എന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. തലാലിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഏകാഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ. ഇന്നലെ രാത്രിയോട് തന്നെ ആശാവഹമായ തീരുമാനം കാന്തപുരത്തെ ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ അറിയിച്ചതായി ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. അഥവാ മാപ്പ് നൽകി ഞങ്ങൾ ആ വധശിക്ഷ ഇല്ലാതെ ഞങ്ങൾ ബഡ്മണി കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഇത് നടക്കാവുന്നതേ ഉള്ളൂ. ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആഗ്രഹം, മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ആഗ്രഹം, എങ്ങനെങ്കിലും നിമിഷപ്രിയ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന് ആ കുടുംബത്തോടൊന്നിച്ച് സന്തോഷത്തോടുകൂടെ കഴിയും. നല്ല വാർത്ത കേട്ടതിൽ സന്തോഷമെന്നും നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയുടെ ആദ്യ പ്രതികരണം ന്യൂസ് മലയാളത്തോട്. ഇതിനകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു നല്ലൊരു വാർത്ത കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഒരു മനസ്സമാധാനം അത് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഹാർഡ് വർക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്നും അവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ശ്രമിക്കുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞ ആൾ മാത്രമൊന്നല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കും എന്തെങ്കിലുമൊക്കെ ഗുണം ദൈവം തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം തന്നെയല്ല, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങളെയെല്ലാം ഏകോപിപ്പിച്ചിരുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞത്. ഇനിയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പൂർണ്ണതയിലെത്തും. നിമിഷപ്രിയ തിരിച്ച് മലയാളത്തിൽ വരും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം കൂട്ടായ ഒരു പരിശ്രമം എല്ലാവരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇങ്ങനൊരു
മോചനത്തിൻ്റെ ഒരു കത്ത് അല്ലെങ്കിൽ ഓർഡർ അവിടുന്ന് കിട്ടുവാൻ, അല്ലെങ്കിൽ താൽക്കാലമെങ്കിലും ഇതൊന്ന് നീട്ടിവെക്കുന്ന ഒരു ഓർഡർ കിട്ടുവാൻ സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യം. കാന്തപുരത്തെയും നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമപരമായ എല്ലാ തടസ്സങ്ങളും മറികടന്ന് നിമിഷപ്രിയയുടെ മോചനം എന്ന വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്ന് ഫേസ്ബുക്കിൽ ഈ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും സാർത്ഥകമായ ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെ വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിർണായകമായ ഇടപെടലിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരവ് നമ്മൾ കണ്ടതാണ്. ഫലം കണ്ടത് മതപണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി നടത്തിയ ചർച്ചയിലാണ്. നയതന്ത്ര ഇടപെടൽ ഉൾപ്പെടെ നിരാശയായ ഇടത്ത് കാന്തപുരം നടത്തിയത് നിർണായക നീക്കമായിരുന്നു. സുപ്രീം കോടതിയിൽ കേസ് എത്തിയപ്പോൾ കേന്ദ്രം അറിയിച്ചത് ഇടപെടാൻ പരിമിതി ഉണ്ട് എന്നായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. ആരാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ? ബാലവി സൂഫി ഓർഡറിന്റെ ആത്മീയ ഗുരുവാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ. സയ്യിദ് അലവി മാലിക്കി മക്കയ്ക്ക് ശേഷം ആഗോള സുന്നി മുസ്ലിങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറിയ പണ്ഡിതൻ. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതരിൽ ഒരാൾ. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 500 മുസ്ലിം പണ്ഡിതന്മാരിൽ പ്രഥമൻ. ലോക പ്രശസ്ത പണ്ഡിതരും തത്വചിന്തകരും എഴുത്തുകാരും ഉൾപ്പെടുന്ന ശിഷ്യനിര അദ്ദേഹത്തിന് സ്വന്തമാണ്. യമനിലെ തരീമിൽ ദാറുൽ മുസ്തഫ ഇസ്ലാമിക സർവകലാശാല അദ്ദേഹം സ്ഥാപിച്ചു. 70ഓളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ നിലവിൽ ദാറുൽ മുസ്തഫയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമും ആധുനികതയും എന്ന വിഷയത്തിൽ ഹബീബ് ഉമർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലെ എല്ലാ സുന്നി ധാരകളും ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുമുണ്ട്. IS, അൽ ഖ്വയ്ദ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഷെയ്ഖ് ഹബീബ് ഉമറിനോട് കടുത്ത വിയോജിപ്പ് പുലർത്തുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിം ഖലീൽ ബുഖാരി തുടങ്ങിയ പണ്ഡിതരുമായി അടുത്ത വ്യക്തിബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത്. മലപ്പുറം മഅ്ദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയത്. താമരശ്ശേരി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമി ഉൽ ഫുതൂഫ് മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഷെയ്ഖ് ഹബീബ് ഉമറായിരുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയും അദ്ദേഹം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദിയാധനം നൽകി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ശ്രമം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. കേരളത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി തീവ്ര ശ്രമം ആരംഭിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിന്റെ നേതൃത്വത്തിൽ യമനിൽ മോചന ശ്രമം സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര തലത്തിലും നീക്കം നടന്നു. യമനിൽ നയതന്ത്ര എംബസി ഇല്ലാത്തതിനാൽ മറ്റു വഴികളും തേടി. 2 LDF സർക്കാരുകളും നിരന്തരമായ ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. 2024 ഏപ്രിലിൽ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെ സനായിലെ ജയിലിലെത്തി മകളെ കണ്ടു. തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. 2025 ജൂലൈ ആദ്യവാരത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ, അതായത് നാളെ, നടപ്പാക്കുമെന്ന് സ്ഥിരീകരിച്ചു. നഴ്സായി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ യമനിലേക്ക് പോകുന്നത് 2012-ലാണ്. പിന്നീട് ഭർത്താവ് ടോമിയും മകളും നിമിഷപ്രിയയ്ക്കൊപ്പം യമനിലെത്തി. 2014 യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഭർത്താവും മകളും തിരികെ മടങ്ങി. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിക്കൊപ്പം പങ്കാളിത്തത്തിൽ ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു നിമിഷപ്രിയ. 2017 ജൂലൈ 25-ന് തലാലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ അറസ്റ്റിലായി. തലാൽ തന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തു ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്നാണ് നിമിഷപ്രിയ ആരോപിക്കുന്നത്. ശല്യം സഹിക്കാനാകാതെ മയക്കുമരുന്ന് കുത്തിവെച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് കുറ്റസമ്മതമൊഴിയുണ്ട്. കേസിൽ യമൻ സ്വദേശിയായ സഹപ്രവർത്തക ഹനാനും അറസ്റ്റിലായി. തുടർന്ന് വിചാരണ. 2020-ൽ വിചാരണ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതേ വർഷം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. 2022 മാർച്ച് 7-ന് യമനിലെ അപ്പീൽ കോടതി വധശിക്ഷ ശരിവച്ചു. 2023 നവംബറിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ വധശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു. ഇതാണ് ഇതുവരെയുള്ള സാഹചര്യം, അതിൻ്റെ ചരിത്രം. സനീഷ്, എന്തായാലും ആ കൂട്ടായ പരിശ്രമം തന്നെയാണ് ഇപ്പം ചാണ്ടിയുമ്മൻ പറഞ്ഞു. ചാണ്ടിയുമ്മൻ ഈ മോചന ശ്രമങ്ങളെ എല്ലാം ഏകോപിപ്പിക്കാനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാന്തപുരത്തോട് സഹായം അഭ്യർത്ഥിക്കാനും ഒക്കെ നിന്നത് ചാണ്ടിയുമ്മൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. ഇപ്പോൾ ഈ സ്വാഭാവികമായും എല്ലാവർക്കും ഇപ്പോൾ ഇത്, അതായത് ഒരു തരത്തിൽ രാഷ്ട്രീയം കൂടി ഉൾച്ചേർന്നിരിക്കുന്നത് കൊണ്ട്, കാരണം വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ളവർ ശ്രമിക്കുന്നു. അപ്പോൾ അവരവരുടെ ശ്രമങ്ങളെ ഉയർത്തിക്കാട്ടാൻ വേണ്ട ശ്രമമൊക്കെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവാം. പക്ഷേ നമ്മൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ മുമ്പ് സ്വീകരിച്ച സമീപനം എന്താണ് എന്നും അതിനുശേഷം
ഇപ്പോൾ ഗവർണറുടെ ഇടപെടൽ കൊണ്ട് കത്തൊക്കെ കൊടുക്കുന്ന സാഹചര്യം, കേന്ദ്ര സർക്കാർ അവിടെ പ്രസിഡന്റിന് ഒരു കത്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുമൊക്കെ ചാണ്ടി ഉമ്മൻ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ശ്രമം, കൂട്ടായ ശ്രമം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ കേന്ദ്രബിന്ദുവായി ഈ ഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് മുന്നിലുള്ളത് തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇടപെട്ടപ്പോഴാണ് ഇതിന് എന്തെങ്കിലും ഒരു അനക്കം വെച്ചത്. മാത്രമല്ല, നമ്മൾ ഈ വാർത്തകൾ അറിയുന്നത് അദ്ദേഹത്തിൽ നിന്നോ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരിൽ നിന്നോ ഒക്കെ തന്നെയാണ്. എങ്ങനെയാണ് ഈ മൊത്തം സാഹചര്യത്തെ കാണുന്നത്? ഇതിനകത്ത് നമ്മുടെ ഈ കാർഡിൽ അതിൻ്റെ ഡീറ്റെയിൽസിൽ വേണ്ടിയിരുന്ന ഒരു കാര്യം യമനിലെ രാഷ്ട്രീയ സ്ഥിതി കൂടെയാണ്. അതാണ് ഈ കാര്യത്തെ ഇത്രമാത്രം സങ്കീർണമാക്കിയതെന്ന് നമുക്കറിയാം. അതായത് യമനിൽ നമ്മൾ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും എന്ന പോലെ സമ്പൂർണ്ണമായിട്ട് അധികാരമുള്ള ഒരു സർക്കാരല്ല ഭരിക്കുന്നത്. യമനിൽ വലിയ സങ്കീർണമായിട്ടുള്ള അവിടുത്തെ ഒഫീഷ്യലായിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു രാഷ്ട്രീയ ഭരണകേന്ദ്രം മാത്രമല്ല ഉള്ളത്, മറിച്ച് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള മറ്റൊരു ഭാഗം കൂടെ നിയന്ത്രിക്കുന്ന ആളുകൾ അതിനകത്തുണ്ട്. അതാണ് ഇതിനെ ഇത്രമാത്രം സങ്കീർണമാക്കിയത് എന്ന കാര്യം കൂടെ നമ്മൾ കാണണം. ഇത് ഇത്തരം എല്ലാ സങ്കീർണ പ്രശ്നങ്ങളെയും പോലെ ഏതെങ്കിലും ഒരൊറ്റ ഒരാളുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായ വിജയമല്ല. ഏത് സങ്കീർണ പ്രശ്നവും ഒരുപാട് ആളുകൾ ഒരുപാട് തലത്തിൽ നിന്ന് നടന്ന ഇടപെടൽ കൊണ്ടാണ് അതിനൊരു പരിസമാപ്തി ഉണ്ടാവുക. അതിൽ ചിലപ്പോൾ അവസാന സമയത്ത് വരുന്ന ഒരാളുടെ വളരെ നിർണായകമായ ഇടപെടൽ ഏറ്റവും പ്രധാനമായിട്ട് മാറും എന്നല്ലാതെ ഒരുപാട് ആളുകളും ഒരുപാട് സംവിധാനങ്ങളും ഒരുപോലെ പ്രവർത്തിച്ച് ഒരുപാട് കാലമെടുത്ത് പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് ഇങ്ങനെയൊരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കാണേണ്ടത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ല എന്നോ അവരെ മറ്റ് ശിക്ഷകൾക്ക് വിധേയമാക്കില്ല എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ വയ്യ. പക്ഷേ ഇപ്പോൾ ഇതുവരെ അതിശക്തമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഒരു ഡോറ് തുറക്കുന്നതിൻ്റെ ചില സൂചനകൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരുപാട് ആളുകൾ ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും നിർണായകമായ ഇടപെടൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, എല്ലാവർക്കും അറിയാവുന്ന, വളരെ 92 വയസ്സുള്ള വന്ധ്യവയോധികനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഒരു മതപണ്ഡിതൻ്റെ ഇടപെടലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും കാര്യമില്ലല്ലോ. കാരണം ഇന്നലെ സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിൻ്റെ അറ്റോർണി ജനറൽ പറഞ്ഞത്, ഞങ്ങൾക്കെത്താവുന്ന ഏറ്റവും അറ്റം വരെയും ഞങ്ങൾ എത്തിയിരിക്കുന്നു, സങ്കീർണമാണ് അവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസമല്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് മുമ്പാകെ വെച്ചത്. അതുതന്നെയായിരുന്നു എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നൊരു കാര്യം. പക്ഷേ എന്താണ് ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സവിശേഷത കൊണ്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ കാര്യത്തിന് ഒരു വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ഞാൻ പറയുമ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞാൽ അതിനുശേഷം രണ്ടാമതായിട്ട് പറയുന്ന പേര് നിശ്ചയമായിട്ടും ചാണ്ടി ഉമ്മൻ്റേതായിരിക്കും. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെയൊരു സംഗതിയിലേക്ക് കൊണ്ടുവന്നത് ചാണ്ടി ഉമ്മനാണ് എന്ന് നമ്മൾ അറിയുന്നു. അത് കാന്തപുരം തന്നെയും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഏതെങ്കിലും തരത്തിൽ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതല്ല, ദിയാധനം വാങ്ങിയിട്ട് ഇങ്ങനെയൊരു സംവിധാനം ഇസ്ലാമിനകത്തും ആ രാജ്യത്തും ഉണ്ടായിരിക്കെ അതിന് വേണ്ട പണം സ്വരൂപിക്കുകയും മറ്റും ചാണ്ടി ഉമ്മൻ ചെയ്തുകൊള്ളും. ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന അദ്ദേഹമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികളുടെ പേര് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ പേര് കാന്തപുരത്തിൻ്റെതും പിന്നീട് കുറച്ചിങ്ങോട്ട് നമ്മൾ ചാണ്ടി ഉമ്മനെയും പ്രത്യേകമായിട്ട് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ, അത് മാത്രം പറയാനേ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നാട്ടിലെ ഇസ്ലാമോ ഫോബിയ മനസ്സിനകത്തുള്ള ആളുകൾക്കും അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമുള്ള അതിശക്തമായിട്ടുള്ളൊരു മറുപടിയാണിത്. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് അടരുകളുടെ കാര്യം ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇസ്ലാം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ, ഈ മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ എന്ന് വെച്ചാൽ വലിയ കുഴപ്പക്കാരാണ് എന്ന് വിശ്വസിക്കുകയും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട്, അതും സങ്കീർണമായിട്ടുള്ളൊരു ചില സാഹചര്യങ്ങളിൽ പെട്ടിരിക്കെ അവരൊരു കൊലപാതകം നടത്തി എന്നത് അവിടുത്തെ നിയമ സംവിധാനങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കെ അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവിശ്വാസിയായിട്ടുള്ള, ഇസ്ലാമിൻ്റെ കണക്കിൽ അവിശ്വാസിയായിട്ടുള്ള ഇതര മതത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടു എന്ന് മാത്രമല്ല, അത്രയ്ക്ക് സങ്കീർണമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പോലൊരാളുടെ ഇടപെടൽ വന്നപ്പോൾ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇടപെട്ട ആ സർക്കാരിനകത്തെ അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾക്കകത്തെ ആളുകൾ കൂടെ ഇസ്ലാമോ ഫോബിയ എന്ന സംഗതിയെ തള്ളിക്കളിയാണ് ചെയ്യുന്നത്. അതായത് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഇടപെടൽ അതിനകത്ത് ഇസ്ലാമിനകത്ത് തന്നെയും വളരെ വിശാലമായുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അടരുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെയും പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം മനുഷ്യത്വത്തിന് വലിയ സ്നേഹം നൽകുന്ന, വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ്. അത് ആളുകൾക്ക് കൂടെ മുന്നിൽ തെളിയിക്കുന്നത് കൂടെ ഇതിൻ്റെ ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ നിലക്കാണ് ഇതിനെ കാണേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു.
തീർച്ചയായും എനിക്ക് തോന്നുന്നത് സനീഷ് പറഞ്ഞത് തന്നെയാണ്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു പുതിയ വാതിൽ തുറന്നത്. അതിനു മുമ്പ് ആരും ഇടപെട്ടില്ല എന്നല്ല, എത്രയോ പേര് ഇതിൽ ഇടപെട്ടു. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ ആ ഓരോരുത്തരുടെയും പേരുകൾ പ്രത്യേകം അവിടെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഒന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ, പിന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ആദ്യം മുതൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതുപോലെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, നമുക്കെല്ലാം അറിയാവുന്നയാളും നമ്മുടെ സുഹൃത്തുമൊക്കെയാണല്ലോ സുഭാഷ് ചന്ദ്രൻ, സുപ്രീം കോടതിയിൽ ഇടപെട്ടിട്ടുള്ളത്. അതുപോലെ സാമുവൽ, അവിടെ നിന്ന് ഇതിനെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കത്ത് അയക്കാനുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നത് ഗവർണറുടെ അടുത്താണ്. അതുപോലെ സാജൻ ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യവസായിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരുടെയും കൂട്ടായ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഈ ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ ഏകോപിപ്പിക്കാൻ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു, നിർണായകമായ ഇടപെടൽ നടത്താൻ അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നു. അതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം, AP അബൂബക്കർ മുസ്ലിയാർ ഇത് ആദ്യമായല്ല ഇത്തരമൊരു വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ സിദ്ദിഖാപ്പൻ്റെ പ്രശ്നം വന്നപ്പോൾ മുഴുവൻ സംഘടനകൾ, ഇപ്പോൾ മുസ്ലിം ലീഗ് പോലും ആ ഘട്ടത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ അറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അത് കോൺഗ്രസ് നേതാവ് KP നൗഷാദ് അലിയാണ് ആദ്യമായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ ആ സമയത്തും ഈ സുന്നി ഏറ്റവും പ്രധാനപ്പെട്ട 2 സുന്നി സമുദായ സംഘടനകളിലെ നേതാക്കന്മാരാണ് അതിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. ആരാണെന്നൊക്കെയുള്ളത് നൗഷാദ് അലിയോട് ആളുകൾ വേണമെങ്കിൽ ചോദിച്ചറിയട്ടെ. പക്ഷേ അത്തരം ഇടപെടലുകൾ മുമ്പും ഈ മട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തെ കൃത്യമായി രേഖപ്പെടുത്തി പോയിട്ടില്ല. ഈ 94 വയസ്സാകുമ്പോഴേക്കും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ വേണ്ട രീതിയിൽ കേരളീയ പൊതുമണ്ഡലം രേഖപ്പെടുത്തിയിട്ടില്ല, അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിന് പൊതുവേ ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ കേരളത്തിൽ മുസ്ലിം എന്നതിനെ ഒറ്റ അച്ചിലാണ് മൊത്തത്തിൽ കാണുക. ഈ സംഭവം നടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, സോഷ്യൽ മീഡിയയിലെല്ലാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ചീത്ത വിളിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഒരു സംഘമുണ്ട്. അതായത് മുസ്ലിം പേരുകാരായ ആളുകൾ തന്നെയുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരുമിച്ചാണ്, ഒറ്റയടിക്കാണ് ഈ ആളുകൾ നോക്കിക്കാണുക എന്നുള്ള പ്രശ്നം കേരളീയ സമൂഹത്തിനുണ്ട്. നമ്മളിപ്പോൾ വളരെ ഉദാരമായി തുടക്കത്തിൽ വെച്ചതുപോലെ ഗംഭീരമായ മാതൃക കേരളം കാട്ടിക്കൊടുക്കുമ്പോഴുമൊക്കെ ഇങ്ങനെ കൂടി കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ഇതിനകത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഈ ചർച്ച RDX അവസാനിപ്പിക്കുമ്പോൾ നാളെ മുതൽ അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക. അതായത് ആരൊക്കെ ഇടപെട്ടു, ഇദ്ദേഹമല്ല ഇടപെട്ടു എന്നുള്ള ഒരു വലിയ ചർച്ചകളും വിദ്വേഷ പ്രചാരണമൊക്കെ ഞാനിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനകത്ത് എപ്പോഴും ഓർക്കേണ്ടുന്നൊരു കാര്യം, അതായത് സർക്കാർ സംവിധാനങ്ങളായതുകൊണ്ടാണ് ഇടപെടുന്നത്. ചാണ്ടി ഉമ്മൻ ഗവർണർക്ക് കൂടെ നന്ദി പറയേണ്ടത് തന്നെയാണ്. ഗവർണർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഗവർണർ എന്ന പദവി ഉപയോഗിച്ചാണ് ഇടപെടുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ 94 വയസ്സിൻ്റെ വാർദ്ധക്യ സായാഹ്നത്തിൽ അദ്ദേഹം വിശ്രമിച്ചിട്ട് അവിടെ ഇരുന്നാൽ ഞാനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കില്ലായിരുന്നു, ഒരാളും ചോദിക്കില്ലായിരുന്നു. അപ്പോൾ അധികാര പദവി നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് അല്ലാതെ ഇടപെട്ടു എന്നതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഈ കാര്യത്തിൽ സവിശേഷതയാർന്ന സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ മാത്രം കാര്യമാണ് കേട്ടോ. അദ്ദേഹം ഏതെങ്കിലും നിലയ്ക്ക് ഈ 94 വയസ്സിൽ ഞാനിത് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് പറയുകയോ ഇന്നങ്ങനെ ആലോചിച്ച് കിടന്നിറങ്ങുകയോ ചെയ്യുന്ന ആളായിരിക്കില്ല കാന്തപുരം. അത് മാത്രമല്ല, പല തരത്തിലാണ് കേരളത്തിലിപ്പോൾ സനീഷ് സോഷ്യൽ മീഡിയയിലെ കാര്യം പറഞ്ഞു. മാധ്യമങ്ങൾ വൈരനിര്യാതന ബുദ്ധിയോടെ തുടർച്ചയായി കാന്തപുരത്തെ പിന്തുടരുന്ന മാധ്യമങ്ങൾ കേരളത്തിലില്ലേ? ടെലിവിഷൻ ചാനലുകൾ തന്നെയുണ്ട്, പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ തന്നെയുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കത്ത്, അവിടുത്തെ കോടതി വിധിയുടെ രേഖ പുറത്തു വന്ന ആദ്യം ഞാൻ അവിടെ കാണുന്നത് ആ റിപ്പോർട്ടിൽ കാണുന്നത് ഇത് വ്യാജമായ കത്താണോ എന്ന് കേന്ദ്ര സർക്കാരിന് സംശയം എന്നുള്ള റിപ്പോർട്ടാണ് വളരെ പ്രാമുഖ്യത്തോടെ കൊടുക്കുന്നത്. പരമാവധി ഇതിൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഒഴിവാക്കി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പലരും ശ്രമിക്കുന്നത് നമ്മൾ അതിലേക്ക് പതുക്കെ വരികയും ചെയ്തു. അതിലെനിക്കൊരു സംശയം തോന്നിയത്, ഇത് കാന്തപുരത്തോടുള്ള വിദ്വേഷം കൊണ്ടല്ല, നമ്മൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വേണ്ട മറ്റുള്ള ചാനലുകളും ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഇത് അങ്ങനെ ആയിരിക്കില്ല, ന്യൂസ് മലയാളം കൊടുത്തത് അങ്ങനെ ആയിരിക്കില്ല എന്ന തോന്നലുണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട്. ഇത് അതുകൊണ്ട് മാത്രമല്ല, കാരണം ഇത് കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. കാരണം അങ്ങനെ ഈ പിന്തുടർന്ന് ആക്രമിക്കുന്ന ശീലം നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പം കാര്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിമർശിക്കണം. നമ്മൾ കാന്തപുരത്തെ വിമർശിച്ചിട്ടില്ലേ? അവിടെ നിന്ന് അതായത് ചില പ്രയോഗങ്ങളിലോ പ്രസംഗങ്ങളിലോ ഒക്കെ വിമർശനം ഉണ്ടാവേണ്ട തലത്തിൽ കാര്യങ്ങൾ വരുമ്പം വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആ രീതിയിലല്ലല്ലോ കണക്കാക്കേണ്ടത്. അതായത് ഇതിനകത്തെ മതേതരത്വം എന്ന സംഗതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഈ മാധ്യമങ്ങളോട് മനസ്സിലാക്കണം. അതായത് ഒരാൾക്ക് ഒരു മതത്തിൻ്റെ അഭിവന്ദ്യ പദവിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചിട്ടൊരു മതപണ്ഡിതനായിരിക്കുമ്പോൾ തന്നെയും മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട്
വലിയ വാതായനങ്ങൾ തുറക്കാൻ പറ്റും. ഒരാളൊരു മതവിശ്വാസി ആയിരിക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിക്കുന്നതുകൊണ്ടോ ആ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിന് വിശാല മനുഷ്യത്വപരമായിട്ടുള്ള നടപടികൾ എടുക്കാൻ പറ്റില്ല എന്ന് പല ആളുകളും വിചാരിക്കുന്നുണ്ട്. അത് സത്യമല്ല. ഒരാൾക്ക് മതവിശ്വാസിയായിട്ടും വലിയ മതവിശ്വാസി ആയിക്കൊണ്ട് തന്നെ മതത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് അത് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ നമ്മൾ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ആഗോള പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഇടപെടൽ ശേഷിയുള്ള കാന്തപുരത്തെയൊക്കെയാണ് ആഗോള പൗരൻ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. കാരണം 1052 മുസ്ലിം രാഷ്ട്രങ്ങൾ, ഈ അറബ് രാഷ്ട്രങ്ങൾ ഇവിടെയുണ്ട്. അറബിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രങ്ങളുണ്ട്. അവിടെ ഇടപെടൽ ശേഷി, അസാധ്യമായ ഇടപെടൽ ശേഷിയുള്ള ആളാണ് കാന്തപുരം. മാത്രമല്ല അദ്ദേഹത്തിന് ഇവരോട് അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ നിയമങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ മതവിധികളിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ട്. ആ നിലയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആ അഭിമാനബോധത്തോടെയല്ലേ കാണേണ്ടത്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആഗോള പൗരനായി ശശി തരൂരിന് മുമ്പേ ഇദ്ദേഹത്തെ അംഗീകരിക്കുകയും വേണം. RDX ആവർത്തിക്കട്ടെ. ഇന്ന് കേരളം കണ്ടതാണ് ദ റിയൽ കേരള സ്റ്റോറി. എൻ്റെ മതം, നിന്റെ വംശം, എൻ്റെ ഗോത്രം, നിന്റെ ദേശം എന്നിങ്ങനെ സങ്കുചിതത്വത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന് അപരിചിതമായി തുടങ്ങിയ ഒരു സന്ദേശം കേരളം ഒരിക്കൽ കൂടി നൽകി. മനുഷ്യർ മതഭേദമില്ലാതെ ഒരു സഹജീവിയുടെ ജീവനായി കൽക്കെട്ട് പോലെ കൈകോർത്തു നിന്നു. മതം മനുഷ്യനെ സ്നേഹിക്കാനാണ്, വിഭജിക്കാനല്ല എന്ന സന്ദേശം പ്രവൃത്തിയിലൂടെ കാട്ടിത്തന്ന കാന്തപുരം ഉസ്താദ് എന്ന സാത്വിക മതപണ്ഡിതനെ RDX സ്നേഹാദരങ്ങളോടെ അഭിവാദ്യം ചെയ്യുന്നു. കാരുണ്യത്തിൻ്റെ കൈനീട്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ആ ഇടപെടൽ ശ്രേഷ്ഠ മൂല്യത്തിൻ്റെ ജീവിത പദ്ധതിയാക്കിയ ഒരു സാമുദായിക നേതാവിൻ്റെ ശ്രമം മാത്രമല്ല, അത് കേരളം എന്ന സംസ്കാരത്തിൻ്റെ കൂടി പ്രതിഫലനമാണ്. ഈ വിധം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു ജയിച്ച ജനതയാകും. ആത്യന്തികമായി നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും നിയുക്തരാക്കപ്പെട്ട മനുഷ്യർ മാത്രമാകുന്നു. സഹജീവിയെന്നും സഹപൗരനെന്നുമെല്ലാം പറയുന്നതിന് അർത്ഥവ്യാപ്തിയേറുന്നു. നിമിഷപ്രിയയെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പ്രവാസി കൂട്ടായ്മയുടെയും എല്ലാം കൂട്ടായ പരിശ്രമങ്ങൾക്കാവട്ടെ എന്ന് RDX പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അടുത്ത വിഷയത്തിലേക്ക്